തോൽക്കാൻ ധൈര്യമുള്ളവനെ ഇന്ന് വിജയിച്ചിട്ടുള്ളൂ. തോൽവിയുടെ കൈപ്പറഞ്ഞവനെ ഇന്ന് വിജയത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 65 വയസ്സുവരെ തോൽവികൾ മാത്രം. 1000-ലധികം റെസ്റ്റോറന്റുകളിൽ കയറിയിറങ്ങി അദ്ദേഹത്തിന്റെ ചിക്കൻ വിൽക്കാൻ. ഇന്ന് 128 രാജ്യങ്ങളിൽ 20,000-ലധികം റെസ്റ്റോറന്റുകൾ, അദ്ദേഹത്തിന്റെ ഔട്ട്ലെറ്റുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. വേറെ ആരുമല്ല, കെൻഡക്കി ഫ്രൈഡ് ചിക്കന്റെ ഉടമ കൊളോണൽ സാൻഡേഴ്സ്. ആത്മഹത്യ എന്ന പരാജയത്തിന് വഴങ്ങിയ ഇദ്ദേഹം തന്റെ ആത്മവിശ്വാസം കൊണ്ട് മാത്രം നേടിയെടുത്ത വിജയം 1980 ഡിസംബർ 16 ലോകത്തോട് വിട പറയുമ്പോൾ ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേരുമുണ്ടായിരുന്നു. പ്രായമെന്നുള്ളത് ഒന്നിനും ഒരു തടസ്സമല്ല. നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, അതും ഏറ്റവും ഭംഗിയായി തന്നെ. ഏജ് കിൽസ് യുവർ ബ്യൂട്ടി, നോട്ട് യുവർ സ്റ്റൈൽ എന്ന് പറഞ്ഞുകൊണ്ട് അധികം നീട്ടി വലിക്കാതെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഒന്ന് പറഞ്ഞു വന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് പുതിയ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ, പോലെ തന്നെ CFC എന്ന ക്രിസ്പി ആയ ഒരു ഫ്രൈഡ് ചിക്കനാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ ക്ലീൻ ചെയ്തത്, സ്കിന്ന് ഓടുകൂടിയാണ് ഞങ്ങൾ എടുത്തേക്കണം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബ്രെഡ് ക്രംസ്, ഓട്സ്, സവാള ചെറുത്, ചെറുനാരങ്ങ, വെളുത്തുള്ളി, മുട്ട, ഇഞ്ചി, ഉപ്പ്, കോൺഫ്ലവർ, മൈദപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പാല് ആവശ്യത്തിന്. നമ്മൾ മലയാളികളല്ലേ, എരിവ് വേണം, നല്ല സ്പൈസി വേണം. ഒരു ബൗൾ എടുക്കുക, അതിനകത്തേക്ക് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുക. 4 ചിക്കൻ ആയതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ആവശ്യത്തിന്. മൈദപ്പൊടി 3 സ്പൂണ്, അധികം ചിക്കൻ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വേണം. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ നേരത്തെ വെളുത്തുള്ളി, സവാള, ഇഞ്ചി അത് പേസ്റ്റാക്കിയത് ഫ്രഷാണ് നമ്മുടെ. ആവശ്യത്തിന് മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചെറുനാരങ്ങ പകുതി എടുത്തിട്ടുള്ളൂ, ആവശ്യത്തിന് പാല്, ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, ഒരുപാട് വേണ്ട. ഒരു മുട്ട. ഇത് ഇംഗ്ലീഷുകാരാണെങ്കിൽ അവർ സോസൊക്കെ ഒഴിക്കുള്ളൂ. നമ്മൾ മലയാളികൾക്ക് നന്നായിട്ട് എരിവ് വേണം, അതുകൊണ്ടാണ് ഇങ്ങനെ പൊടികൾ അധികം യൂസ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓരോ ചിക്കൻ പീസ് എടുത്ത് നന്നായിട്ട് പുരട്ടി യോജിപ്പിക്കണം. നല്ലതുപോലെ പുരട്ടണം. ഫോർക്ക് വെച്ച് നന്നായിട്ട് കുത്തിയിട്ടുണ്ട്, അപ്പോൾ മസാലകൾ നന്നായിട്ട് ഇറങ്ങും. 4 പീസും നന്നായിട്ട് പുരട്ടി 2-3 മണിക്കൂർ ഫ്രിഡ്ജിലെ പുറത്തെഴുതി സൂക്ഷിക്കുക. നമുക്ക് പിറ്റേ ദിവസം വരെ ഇരുന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ 3 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണിത്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ശരിക്കും ചൂടായി കഴിയുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞങ്ങൾ യൂസ് ചെയ്യണത്. അത് കോൺഫ്ലവറും ബ്രെഡ് ക്രംസിലും നന്നായിട്ട് നല്ലതുപോലെ പുരട്ടണം. ഓട്സാണ് മാറിപ്പോയി. ഓട്സും ബ്രെഡ് ക്രംസും കൂടി മിക്സ് ചെയ്ത് ഞാൻ വെച്ചതാണ്. നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണേ. അത് ഇത്തിരി ചൂട് കുറവായിരുന്നു. ചൂടായതിന് ശേഷം ഇടണം, എന്നിട്ട് സിമ്മിൽ ഇടണം. പെട്ടെന്ന് അതിൽ കരിഞ്ഞു പോകും, നമ്മൾ ഉള്ളു വേകില്ല. സിമ്മിലിടുമ്പോൾ അത് പയ്യെ അതിനകത്ത് കിടന്ന് നല്ല ഉള്ളൊക്കെ വെന്ത് നല്ല ഫ്രൈ ആയി കിട്ടും, നല്ല ക്രിസ്പി ആയി കിട്ടും. നമ്മുടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പീസും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ 4 പീസ് ഇപ്പം തന്നെ ഫ്രൈ ആക്കിയില്ല. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് 4 ഫ്രൈ ആക്കി എടുത്തില്ല. ഇതേ അടിപൊളി, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ചൂടുണ്ട്, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്, നല്ല അടിപൊളി സോഫ്റ്റായിട്ട് നല്ല ചൂടുണ്ട്. ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല
സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അടിപൊളി. കണ്ട, നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കാണിക്കുന്നത്. ചിക്കൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് സംഭവം. നമ്മൾ വിചാരിച്ചതിനും നല്ലതായിട്ടുണ്ട്. എല്ലാരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ CFC ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാരും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.